ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോലെസ് ലോയറിൻ്റെ 3rd എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജെയ് അത്രയ്ക്കും വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ജഡ്ജ് ചായയാണ് അവളുടെയും അതുപോലെ തന്നെ ബൊങ്ങിൻ്റെയും അമ്മമാരുടെ മരണത്തിൻ്റെ കാരണമെന്ന് ബൊങ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊന്നും തന്നെ അവൻ ജെയ്യുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജെയ്യെ രക്ഷിക്കാനായിട്ട് പോയ സമയത്ത് തലയിൽ ഇഞ്ചോർഡായിട്ട് ബ്ലീഡ് ചെയ്ത് നിന്നിട്ടും ബൊങ് ആ ഒരു ട്രയലിന് റെഡി ആകുന്നുണ്ട്. ഇത് കാണുന്ന ജെയ് ജഡ്ജിയോട് പറഞ്ഞിട്ട് അവൻ ആദ്യം ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം ട്രയൽ കണ്ടക്ട് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ജഡ്ജി അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവൾ തന്നെ അവന് വേണ്ട ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഗുണ്ടകൾ തന്നെ കിഡ്നാപ്പ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും ഉത്തരം കൊടുക്കാതെ ഈ ട്രയൽ എന്തായാലും ഇന്ന് നടക്കാൻ പോണില്ലെന്നും അധികം വൈകാതെ തനിക്കെതിരെ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞിട്ട് അവൻ നേരെ ട്രയലിന് പോകുന്നുണ്ട്. അങ്ങനെ അവൻ അവൻ്റെ പോയിന്റ് എല്ലാം പറയാൻ തുടങ്ങുമ്പോഴാണ് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള യോൺ ഹി എഴുന്നേറ്റ് നിന്നിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട പോലെ ഇവൻ്റെ ആ ഒരു ഡിലേ ക്ലിയർ ചെയ്യാനായിട്ട് ആ ഒരു കോട്ടൽ ഉണ്ടാക്കിയ ബഹളം ഫുള്ള് ഇവൻ്റെ തന്നെ ആൾക്കാർ പ്ലാൻ ചെയ്ത് കരുതി കൂട്ടിയ ഒരു ഡ്രാമ ആയതിൻ്റെ പേരിൽ അവൻ ഇപ്പം തന്നെ അറസ്റ്റഡ് ആയിരിക്കുമെന്ന് യോൺ ഹി പറയുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഒരു ഗുണ്ടകളുടെ നേതാവ് ഇപ്പോൾ ഓജുവിന് ചെന്ന് കണ്ടിട്ട് തങ്ങളെ കൊണ്ട് ബൊങ്ങിനെ പിടിച്ചു വെക്കാൻ പറ്റിയില്ലെന്നും അവൻ ഞങ്ങളെ വളരെ എളുപ്പം തന്നെ തോൽപ്പിച്ച് ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യം വന്ന് ഗാങ്സ്റ്റർ ആയിട്ടുള്ള ഓജു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെൻനൈഫ് വെച്ചിട്ട് ആ ഗുണ്ടാ തലവൻ്റെ കാലിൽ കുത്തിയിട്ട് അവന് പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബൊങ് സാങ് പിള്ള ഒറ്റയ്ക്കല്ലെന്നും അവന് പുറകിലായിട്ട് ഏതോ വലിയൊരാളില്ലേന്ന് ഓജു ചോദിക്കുന്ന സമയത്ത് അതവൻ്റെ അങ്കിളായിട്ടുള്ള ഡൂങ് ആണെന്നും അയാളും ഒരു ഗാങ്സ്റ്റർ ആണെന്നും അവൻ്റേതായിട്ടുള്ള ഒരു ഡേവും ഗ്യാങ് ഉണ്ടെന്നും ഇപ്പോൾ ആ ഒരു ഗുണ്ടാ നേതാവിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം ജയിലിലാകട്ടെ ബൊങ്ങും അവൻ്റെ അസിസ്റ്റന്റും ബാക്കി ലോൺ ഷാർക്സ് എല്ലാവരും കൂടിയിട്ട് ജയിലാണെന്ന് പോലും നോക്കാതെ അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കോർട്ടിൽ വെച്ച് നിങ്ങളുടെ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും താനിവിടെ വന്നതിൻ്റെ പുറകിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടെന്നും ബൊങ് പറയുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന സമയമാവുമ്പോൾ അവൻ ഓ ഇൻ ഷൂൾ എന്ന് പറയുന്ന ഒരു പ്രിസണറിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് എൻ്റെ ടേബിളിൽ ആരിടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നും ഞാൻ ആരാണെന്ന് നിനക്കറിയുമെന്നും ചോദിക്കുമ്പോൾ ഈ ഓ ഇൻ ഷൂൾ എന്ന് പറയുന്നത് മേയർ സ്വത്തുക്കളുടെ ഒക്കെ ഒരു സേഫ് കീപ്പർ ആണെന്നും അദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റിനെ പോലെയാണെന്നും ബൊങ് പറയുന്നത് കേൾക്കുന്ന അദ്ദേഹം ഇതെങ്ങനെ ബൊങ്ങിനറിയാമെന്ന് ആശ്ചര്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ കാണാനായിട്ട് ഒരുപാട് ഞാൻ ശ്രമിച്ചു എന്നും പക്ഷെ നിങ്ങൾ നിഷേധിച്ച കാരണം കൊണ്ട് ഇവിടത്തോളം വരെ എനിക്ക് വരേണ്ടി വന്നു എന്നും അവൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ബൊങ് അവനെ തന്നെ ഒരു ലോയർ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ലോകത്ത് ഞാൻ ഇത്രയും വെറുക്കുന്ന വേറെ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അടുത്ത സീനിൽ ഓജുവിന് 2 പാക്കേജസ് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സെൻഡറിന്റെ പേരില്ലാതെ വന്ന ഒരു പാക്കേജ് അവൻ തുറന്നു നോക്കുമ്പോൾ അവൻ വളരെയധികം ഷോക്ക്ഡ് ആയിട്ട് പോകുന്നുണ്ട്. കാരണം അതിലൊരെണ്ണത്തില് ഓജു മുമ്പ് ആരെയൊക്കെയോ കൊല്ലുന്നതായിട്ടുള്ള 4 ഇമേജസ് ഒക്കെ കൊളാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്രെയിമാണ്. രണ്ടാമത്തെ പാക്കേജിലാണെങ്കിൽ ഒരു കല്ലില് യു ആർ ഡെഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വളരെ ഷോക്ക്ഡ് ആയിട്ടുള്ള ഓജു ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തനിക്ക് സെൻഡ് ചെയ്ത് തരാൻ മാത്രം അത്രയും ധൈര്യമുള്ള ആരാണ് ഉള്ളത് എന്ന് ആലോചിച്ച് ഇരിക്കുന്നുണ്ട്. മാത്രമല്ല ഇനി അടുത്ത മേയറായിട്ട് എലക്റ്റഡ് ആകാൻ പോകുന്നത് ഓജു തന്നെയാണെന്നും അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ ഒരു ഫോട്ടോ തനിക്ക് സെൻഡ് ചെയ്തു വന്ന ആളെ കണ്ടുപിടിക്കണമെന്നും തൽക്കാലത്തേക്ക് ബൊങ് സങ് പില്ലിനെ വെറുതെ വിടാനും പറയുന്നുണ്ട്. കാരണം ഒരിക്കല് അവൻ മേയറായി കഴിഞ്ഞ ബൊങ് സങ് പില്ലിനെ നല്ലൊരു പാഠം തന്നെ പഠിപ്പിക്കുന്നു അവൻ അവൻ്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ സമയം ജയ് ആകട്ടെ ജഡ്ജ് ചാനെ മീറ്റ് ചെയ്തതിന് ശേഷം അവളോട് ഈ ഒരു കേസിന്റെ ട്രയൽ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കേസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ അവന് ജയിലിൽ പോകേണ്ടി വന്നതുകൊണ്ട് ഈ ഒരു കേസിന് വേണ്ടത്ര രീതിയിലുള്ള പ്രിപ്പറേഷൻസ് തങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് ജയ് ചാടെ അടുത്ത് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും ചാ അത് റിജക്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് വീണ്ടും ബൊങ്ങിന് വേണ്ടി ഈ ഒരു കേസ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് അവൾ വാദിക്കുന്ന സമയത്ത് എന്നാ പിന്നെ ഈ ഒരു കേസ് നിനക്ക് തന്നെ ഹാൻഡിൽ ചെയ്തുകൂടെയെന്ന് ചാ ജയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവൾ നേരെ തന്നെ ബൊങ്ങിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് താനിങ്ങനെ പോസ്റ്റ്പോണ്ടലിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തെങ്കിലും ജഡ്ജ് ഷാ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെന്നും ബൊങ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ പിറ്റേ ദിവസമാണ് അടുത്ത ട്രയൽ ഡേറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കേസിന് വേണ്ട യാതൊരു രീതിയിലുള്ള പ്രിപ്പറേഷൻസും നിനക്ക് ചെയ്യാൻ പറ്റില്ലെന്നും ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ നീ ജയിലിൽ പോയിട്ട് കിടന്നേന്ന് ജയ് അവനോട് ചോദിച്ച് ചൂടാവുമ്പോൾ അതിനു വേണ്ടിയിട്ടല്ലേ എൻ്റെ ഒപ്പം ഒരു ലോയർ ആയിട്ടുള്ള നിന്നെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നതെന്ന് ബൊങ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു കാര്യം അവൾക്ക് നന്നായി തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നും ഞാൻ നിന്നെ അത്രയ്ക്കും ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ബൊങ് പറയുമ്പോൾ അത് കേട്ട് ജയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ ജയുടെ അച്ഛൻ അവളുടെ അടുത്ത് സിറ്റിയിൽ ജഡ്ജ് ചായുടെ പുതിയ ഒരു സ്റ്റാച്യു വരുമെന്നും ചായുടെ ഫോട്ടോഗ്രാഫർ താനായിരുന്നുവെന്നും അതുപോലെ തന്നെ ജയ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അവളുടെ ട്യൂഷൻ ഫീസൊക്കെ അടച്ച് ഇവരെ സഹായിച്ചതും ജഡ്ജ് ചാ തന്നെയായിരുന്നു എന്നും പറഞ്ഞിട്ട് ഇവരുടെ ഫാമിലി ഫുള്ള് ജഡ്ജ് ചായോട് അത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്.
അടുത്ത സീനിൽ ജഡ്ജ് ചായും അവളുടെ ഒപ്പം എപ്പോഴും ഒരു അസിസ്റ്റന്റ് ആയിട്ട് നടക്കുന്നത് നാം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള യോൺ ഹീയുടെ അമ്മയാണ്. തന്റെ മകളുടെ റൈവൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ജെയെ പറ്റിയിട്ട് ജെയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് ചാടെടുത്ത് ഇപ്പൊ നാം പറയുമ്പോ അത് ഞാൻ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നാമിന് ഗാങ്സ്റ്റർ ആയിട്ടുള്ള ഓജുയുടെ ഭാഗത്ത് നിന്ന് ഒരു കോള് കിട്ടുന്നുണ്ട്. ഓജു ആകട്ടെ ജഡ്ജ് ഷായുമായിട്ട് ഒരു മീറ്റിംഗ് എങ്ങനെയും അറേഞ്ച് ചെയ്യണമെന്ന് നാമിന്റെ അടുത്ത് പറയുമ്പോൾ അത് സെറ്റ് ചെയ്യാമെന്ന് നാം പറയുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് ജയെ കാണിക്കുമ്പോൾ ആ ഒരു കേസിന്റെ കാര്യങ്ങളെല്ലാം അവളിപ്പോ നോക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ബൊങ്ങിന്റെ മെമ്മറീസ് ഒക്കെ അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയം ജയിലിലുള്ള ബൊങ്ങാകട്ടെ ജയെ പറ്റിയിട്ട് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ വിചാരിച്ചതിനൊക്കെ മുമ്പ് തന്നെ ബൊങ് അവൾ അന്വേഷിച്ച് ഒബ്സർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവളൊരു ലോയർ ആയിട്ട് ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് അവളെ കണ്ടതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബൊങ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ജെയുടെ അമ്മയാണ് അന്ന് രാത്രി ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ആ പോലീസുകാരൻ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോ അയാളെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ബൊങ്ങിനെ രക്ഷിച്ചത്. മാത്രല്ല അന്ന് അവളുടെ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ട്രാജഡി എന്താണെന്നും ബൊങ്ങിന് അറിയാമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ജെയ് മേയറിനെ കൊന്നതിന്റെ പേരിൽ ഇപ്പൊ അറസ്റ്റിലായിട്ടിരിക്കുന്ന യങ് മാന്റെ വയ്യാതെ കിടക്കുന്ന ഭാര്യയെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഗാങ്സ്റ്റർ ആയിട്ടുള്ള ഓജുവിനെ അവൾ കാണുന്നുണ്ട്. മാത്രല്ല ഇത്രയും നാളും വയ്യാതെ കിടന്നിട്ടും തന്റെ ഭാര്യയെ പൊന്നുപോലെ നോക്കിയ യങ് മാന് ഒരാളെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല എന്ന് ജെയ് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണുന്ന സമയത്തായാലും യങ് മാൻ ഒരിക്കലും ഒരാളെ കൊല്ലാൻ മാത്രമുള്ള കുറ്റമൊന്നും ചെയ്യില്ലെന്നും താൻ മരിക്കുന്നേക്കാളും മുമ്പ് തന്റെ ഭർത്താവിനെ ജയിലിൽ നിന്ന് ഒന്ന് ഇറക്കി തരാനും പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ആ ഒരു പാവം ഭാര്യ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ജയിലിൽ വീണ്ടും ആ ഒരു മേയറിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള തടവുകാരനെ ബൊങ് അപ്രോച്ച് ചെയ്ത് അയാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഹിന്റ് കിട്ടുമെന്ന് നോക്കുമ്പോൾ മേയർ അറിയാതെ അദ്ദേഹത്തിന്റെ സീലും മോഷ്ടിച്ചിട്ട് കുറെ പൈസ നീ തട്ടിയെടുത്തില്ലേന്നും ഒക്കെ പറഞ്ഞിട്ട് അയാളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ജെയ് ആകട്ടെ വീണ്ടും യങ് മാനെ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ട്രയലിന്റെ ദിവസം തന്റെ ഒപ്പം ശരിക്കും ഒരു വിറ്റ്നസ് ഉണ്ടായിരുന്നില്ലേന്നും എന്നിട്ട് എന്തുകൊണ്ടാണ് കോർട്ടിലേക്ക് വന്നപ്പോൾ അയാൾ നിനക്കെതിരായിട്ട് മൊഴി കൊടുത്തേന്നും ചോദിക്കുമ്പോൾ അതെന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും പക്ഷെ അന്ന് ഞാൻ ശരിക്കും ആ ഒരു വിറ്റ്നസിന്റെ ഒപ്പം തന്നെ ആയിരുന്നു എന്ന് യങ് മാൻ പറയുമ്പോൾ ജെയ് ആ ഒരു വിറ്റ്നസിനെ തിരക്കി അയാളുടെ ഷോപ്പിലേക്ക് ചെന്നിട്ട് അന്ന് ദിവസം രാത്രി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നില്ലെന്നും എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അന്ന് കോർട്ടിലേക്ക് വന്നപ്പോൾ ഒരു നുണ പറഞ്ഞ് ആ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കെതിരെ മൊഴി കൊടുത്തേന്ന് ചോദിക്കുമ്പോൾ ആ വിറ്റ്നസ് ആകട്ടെ അയാളുടെ ഷർട്ട് പൊക്കിയിട്ട് കുറെ മുറിപ്പാടുകളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അവൻ ഇന്നസെന്റ് ആണോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ രണ്ടുപേര് ഫൈറ്റ് ചെയ്യുന്ന ഒരു സീന് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും വീണ്ടും അവൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് ആ ഒരു വിറ്റ്നസ് അയാളുടെ ഷോപ്പിൽ നിന്ന് അവളെ ഇറക്കി വിടുന്നുണ്ട്. ഇതേസമയം ജയിലിലുള്ള ബൊങ്ങാകട്ടെ അവന്റെ തന്നെ കുറെ ആൾക്കാരെല്ലാം വെച്ചിട്ട് ആ മേയറിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഓ ഇൻ ചൂളിനെ കുറെ അടിയൊക്കെ കൊടുത്തിട്ട് അവൻ തന്നെ ഒന്നും അറിയാത്ത പോലെ അവരെ വന്ന് സമാധാനിപ്പിച്ച് പ്രശ്നം സോൾവ് ആക്കിയിട്ട് അയാളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അയാളെ തന്റെ വഴിയിലേക്ക് വരുത്താനായിട്ടുള്ള ബൊങ്ങിന്റെ വേറൊരു പ്ലാൻ തന്നെയായിരുന്നു അത്. അങ്ങനെ പിന്നീട് ഓവിൻ ചൂളിനെ മാറ്റിയിരുത്തിയിട്ട് ഓജു ഗ്രൂപ്പിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഓജുവിന് മേയറിന്റെ മരണത്തില് ഒരു പങ്കില്ലേന്നും അതിൽ യങ് മാനെ നിങ്ങൾ വെറുതെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചതല്ലേന്നും ചോദിക്കുമ്പോൾ യങ് മാൻ ആണോ മേയറിനെ കൊന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് മേയർ കൊല്ലപ്പെട്ടതെന്ന് തനിക്കറിയാമെന്നും പറഞ്ഞിട്ട് ഒരു ഗോൾഡൻ പ്രൊജക്ടിനെ പറ്റിയിട്ട് നീ കേട്ടിട്ടുണ്ടോ എന്ന് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. കീസിയോങ് എന്ന് പറയുന്ന അവരുടെ സിറ്റിയുടെ തന്നെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ഒരു റീഡെവലപ്മെന്റ് പ്രൊജക്ട് ആയിരുന്നു ഈ ഗോൾഡൻ സിറ്റി എന്ന് പറയുന്നത്. 18 വർഷം മുമ്പ് ആ ഒരു പദ്ധതി ഇല്ലാതായി പോയെങ്കിലും ഇപ്പം അത് വീണ്ടും പവറിൽ വന്നിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഓജു ആകട്ടെ ഗോൾഡൻ സിറ്റിയുടെ ക്യാമ്പയിനൊക്കെ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് ആ ഗുണ്ടാ തലവന്റെ അടുത്ത് ഇനി ഇവിടുത്തെ അടുത്ത മേയർ ഞാനായിരിക്കുമെന്നും നീ ആയിരിക്കും ഇനി മുതൽ എന്റെ ഗാങ്ങിന്റെ ലീഡർ എന്നും പറയുമ്പോൾ ഓജുവിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് താൻ റെഡിയാണെന്ന് ആ ഒരു ഗുണ്ട തലവൻ പറയുന്നുണ്ട്. ഇതേ സമയം ജയിലിൽ വെച്ച് ശരിക്കത്തെ മേയർ ഈ ഒരു ഗോൾഡൻ സിറ്റി എന്ന പ്രൊജക്ടിന് എതിരായിരുന്നതുകൊണ്ടാണ് ഓജു അതിൽ ഇൻവോൾവ് ആയിട്ട് അയാളെ കൊന്നതെന്ന് ഓച്ചൂളിൽ നിന്നിട്ടും ബോങ്ങിന് വിവരം ലഭിക്കുന്നുണ്ടെങ്കിലും ഇനി ഏതായാലും ഈ ഒരു കാര്യം ഞാൻ ഇവിടെ ടെസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഇനി ഒരിക്കലും എന്നെ കോണ്ടാക്ട് ചെയ്യരുതെന്നും പറഞ്ഞിട്ട് ഓജൂള് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം ഓജുവിന്റെ ആഗ്രഹം ഇനി അടുത്ത മേയറായിട്ട് വരണം എന്നതാണെന്ന് ബോങ് മനസ്സിലാക്കി കഴിഞ്ഞു. മറുഭാഗത്ത് ജയെ ആണെങ്കിൽ യങ് മാന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് ആ ഒരു വിറ്റ്നസിനെ കണ്ട് അയാളെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ യങ് മാന്റെ ഭാര്യ അയാളുടെ കൈ പിടിച്ച് ഒരു തെറ്റും ചെയ്യാത്ത തന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പ്ലീഡ് ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണിക്കുന്നത് ബോങ്ങും കൂട്ടരും ജയിലിൽ നിന്ന് റിലീസായിട്ട്
ജെയ് അവരെ പിക്ക് ചെയ്യാൻ ചെന്നിട്ട് അവരുടെ റിലീസും ഒപ്പം തന്നെ ആ ഒരു വിറ്റ്നസ് സത്യം ആക്സെപ്റ്റ് ചെയ്ത് യങ്മാൻ അനുകൂലമായിട്ട് ഇനി മൊഴി കൊടുക്കാന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ എല്ലാത്തിന്റെയും സന്തോഷം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവരെല്ലാരും കൂടി കടലിലേക്ക് പോയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ബൊങ് യങ്മാനെ കാണാനായിട്ട് പോകുമ്പോൾ ബൊങ് മനഃപൂർവ്വം തന്നെ കുറെ ഇൻസിഡൻസ് ഒക്കെ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ട് യങ്മാനെ തന്റെ വലയിൽ വീഴ്ത്തിയതാണെന്ന് മനസ്സിലായിട്ട് യങ്മാൻ ഇപ്പോൾ വളരെ ദേഷ്യപ്പെട്ട് നീ എന്തിനാണ് എന്റെ ജീവിതം വെച്ച് ഇങ്ങനെയൊക്കെ കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്നെ പിന്നെ ഓജു വന്ന് രക്ഷിക്കുന്നതാണോ നീ വിചാരിച്ചിരിക്കുന്നതെന്ന് ബൊങ്ങും ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഓജു വെറും ഒരു പപ്പറ്റാണെന്നും അവന് മുകളിൽ ഇതിന്റെ എല്ലാത്തിന്റെയും മാസ്റ്റർ മൈൻഡ് ആയിട്ട് ജഡ്ജ് ചാ ഉണ്ടെന്നും ബൊങ് ഇപ്പോൾ ആ ഒരു യങ്മാന്റെ അടുത്ത് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് അവൻ വളരെ ഷോക്ക്ഡ് ആവാണ്. അതേസമയം ജഡ്ജ് ചാ ജയെ കണ്ടിട്ട് ബൊങ്ങിനെ അങ്ങനെ എളുപ്പത്തിൽ വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവളെ അഡ്വൈസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ചാക്ക് ഓജുവിന്റെ ഒരു കോള് കിട്ടുന്നുണ്ട്. അതിൽ ഇപ്പൊ യങ്മാന്റെ മൊഴി ശരിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന വിറ്റ്നസ് അവന് കിട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് യങ്മാനെ താനായിട്ട് കൊല്ലണോ അതോ ലോ വെച്ച് ജഡ്ജ് ചാ തന്നെ അവനെ കൊല്ലുമെന്ന് ചോദിക്കുമ്പോൾ ചാ ജയെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട്. ഇതേസമയം ബൊങ്ങാകട്ടെ നാളെ ട്രയൽ നടക്കുമ്പോൾ പ്രോസിക്യൂട്ടർ ആയിട്ടല്ല മറിച്ച് ജഡ്ജായിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്നും യങ്മാന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ട്രയൽ നടക്കുമ്പോൾ ആദ്യം തന്നെ ബൊങ് ആ ഒരു വിറ്റ്നസിനെ കണ്ടിട്ട് മേയർ കൊല്ലപ്പെട്ട അന്ന് രാത്രി നീ യങ്മാന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വിറ്റ്നസ് ഉണ്ടായിരുന്നു എന്ന് മറുപടി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രോസിക്യൂട്ടർ ബൊങ്സാല് നിന്നെ പേടിപ്പിച്ചിട്ടാണോ അതോ മൊഴി മാറ്റി പറയാനായിട്ട് പൈസ തന്നിട്ടാണോ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പൊ മാറ്റി പറയുന്നതെന്ന് അവനോട് ചോദിച്ചിട്ട് പോലീസിന് അന്ന് രാത്രി ഫസ്റ്റ് ട്രയൽ പറഞ്ഞതുപോലെ യങ്മാനെ കണ്ടിട്ടേ ഇല്ല എന്ന ആ ഒരു റിപ്പോർട്ട് ഇപ്പോൾ അവൾ കോർട്ടിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ മൊഴി മാറ്റുന്ന ഒരാളെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്ന ജഡ്ജ് ചാ ചോദിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഭാഗത്ത് അവർ രണ്ടുപേരും അന്ന് രാത്രി സംസാരിക്കുന്ന ഒരു വീഡിയോ എവിഡൻസ് ആയിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഫർദർ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ട്രയൽ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസത്തെ ട്രയൽ അവിടെ തീരുകയാണ്. ഇതേ സമയത്ത് ഓജുവിന്റെ ഒപ്പം എപ്പോഴും നടക്കുന്ന ഒരു അസിസ്റ്റന്റിന്റെ മേത്ത് നമ്മുടെ ബൊങ്ങിന്റെ കൂട്ടർ ഒരു സ്പൈ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എവിഡൻസ് കണ്ട് പാനിക്ഡ് ആയിട്ടുള്ള ഓജു അവന്റെ അസിസ്റ്റന്റിനെ അയച്ച് യഥാർത്ഥമായിട്ടുള്ള എന്തെങ്കിലും എവിഡൻസ് നശിപ്പിച്ച് കളയുന്നു ബൊങ്ങിന് ഉറപ്പായിരുന്നു. അവന്റെ വിശ്വാസം പോലെ തന്നെ ഇപ്പൊ ആ ഒരു അസിസ്റ്റന്റ് ചെന്നിട്ട് പൈസ കൊടുത്ത എന്തിനേയും രാജ്യം കടത്തി കൊടുക്കുന്ന ഒരു ഫ്രോഡിനെ ചെന്ന് കണ്ടിട്ട് അവനുമായിട്ട് എന്തൊക്കെ ഒരു ഡീല് നടത്തുന്നുണ്ട്. ഇതെല്ലാം ബൊങ് ഒബ്സർവ് ചെയ്തെന്ന് മാത്രമല്ല ഓജുയുടെ അസിസ്റ്റന്റ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ആ ഒരു ഫ്രോഡിനെ പോയി കണ്ട് അയാളെ ഭീഷണിപ്പെടുത്തി അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്തോ ഒരു കാര്യം ഇവിടെ നിന്ന് നാടുകടത്താനായിട്ട് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ആ ഒരു സാധനമായിട്ട് ഇപ്പൊ തന്നെ അവരുടെ ആൾക്കാർ ഇങ്ങോട്ട് വരുമെന്നും പറയുമ്പോൾ ഇതേ സമയത്ത് ആ ഒരു ഫ്രോഡിന്റെ റൂമിന് പുറത്തായിട്ട് ഒരാൾ വന്ന് നോക്ക് ചെയ്യുന്നത് കാണുന്ന ബൊങ് നേരെ അവനെ ഫോളോ ചെയ്ത് ചെന്ന് അവനെ പിടിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ലാസ്റ്റ് അവനെ പിടിച്ച് ഓജുവല്ലേ നേർനെ കൊന്ന ആ ഒരു മേഡറിന്റെ പുറകിലെന്ന് അവനോട് ചോദിക്കുന്ന സമയത്ത് അവൻ ജയെ പിടിച്ച് അവളുടെ കഴുത്തില് കത്തിവെച്ച് അവളെ കൊല്ലുന്നു പറഞ്ഞ് ബൊങ്ങിനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് അവളെ നീ എന്തെങ്കിലും ചെയ്യുന്നേക്കാളും മുമ്പ് നിന്റെ കഥ ഞാൻ തീർക്കുന്നു പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് പോയിട്ട് അവളുടെ നേരെ പിടിച്ച ആ ഒരു കത്തി അവന്റെ കൈകൊണ്ട് തന്നെ തിരിച്ച് അവന്റെ ഡയറക്ഷനിൽ ആക്കുന്നുണ്ട്. എന്നിട്ട് അവളെ രക്ഷിച്ചിട്ട് അവനോടുള്ള ദേഷ്യമൊന്നും മാറാതെ അവന് വീണ്ടും വീണ്ടും തല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ബൊങ്ങിനെ വളരെ വയലന്റ് ആയിട്ട് കാണുന്ന ജെയും പേടിച്ചിട്ട് അവനെ മാറ്റി നിർത്തുന്ന സമയത്ത് മുമ്പിൽ കൂടെ വന്ന ഒരു ട്രെയിനിന്റെ മേത്തേക്ക് ആ ഒരു കള്ളൻ എടുത്ത് ചാടിയിട്ട് കോർട്ടിന്റെ മുമ്പിലേക്ക് ഇത് എത്തിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് സ്വയം എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് വളരെ ഷോക്ക്ഡ് ആയിട്ടിരിക്കുന്ന ജെയും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടിൽ ദി നെക്സ്റ്റ് വീഡിയോ ടേക്ക് കെയർ ആൻഡ് ബൈ.